ശ്രീ ജലീൽ, എന്തായാലും ശബരിമല വിഷയം താങ്കൾ ആധികാരികമായി പഠിച്ചിട്ടില്ല. പക്ഷേ താങ്കൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാമാന്യ ബോധം വെച്ച് ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെയല്ലേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ കള്ളൻ കപ്പലിലോ, യെസ്, അതെ, കള്ളൻ ദേവസ്വം ബോർഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഈ പ്രശാന്തിൻ്റെ പീരിയഡിൽ മാത്രമല്ല, അതിന് മുമ്പ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. ജീവിച്ചിരിക്കുന്നവർ മറുപടി പറയേണ്ടി വരും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. എന്തായാലും അന്വേഷണത്തിൽ പലതും പുറത്തു വരുമല്ലോ. അങ്ങനെ സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ കോടതി ഇത്തരത്തിൽ ഒരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ ദേവസ്വം ബോർഡിനെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ ആവില്ലല്ലോ ശ്രീ ജലീൽ. അല്ല, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാൻ ജനൻ ടി വിക്ക് സ്വാഭാവികമായി അവകാശമുണ്ട്. അതിനെ സംബന്ധിച്ച് ജനൻ ടി വി അല്ല ശ്രീ ജലീൽ, ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ജനൻ ടി വി അല്ല. ഈ ഓരോ വിശ്വാസിക്കും അറിയാം, ഓരോ അയ്യപ്പ ഭക്തനും അറിയാം, ശബരിമലയിലെ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം ആരാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്, ആരാണ് അവിടുന്ന് പലതും അടിച്ചു മാറ്റുന്നത് എന്നൊക്കെ. അതാ ഞാൻ പറയുന്നത്, അതിന് സാമാന്യ ബോധം മാത്രം മതി. അതിൽ നമ്മൾ കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നോക്കൂ, ഈ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിക്കും അതൊക്കെ ബോധ്യപ്പെടും സ്വാഭാവികമായും. അല്ല, മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന് അങ്ങനൊരു ബോധ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ അതായിരിക്കണം ശരിയെന്ന് ഇല്ലല്ലോ എന്ന് എനിക്കും പറയാമല്ലോ. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് ശബരിമല എന്നുള്ള ഒരു അഭിപ്രായം ഈ നാട്ടിലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസി സമൂഹമായ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഉൾപ്പെടുന്ന NSSനെയോ SNDPയോ KPMSനെയോ ബോധ്യപ്പെടുത്താൻ ഈ ചർച്ച നയിക്കുന്നവർക്കോ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഇത്തരം ചർച്ചകളിൽ ഉയർന്നു വരുന്ന വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള അപരമത വിദ്വേഷം പലർത്തുന്ന സംഘടനകളുടെ ചർച്ചകൾ തള്ളിക്കളയേണ്ടതാണ്. ഞാനിപ്പം അതിലേക്ക് കൂടുതൽ വേണ്ട ഒരു കേരളീയ പൊതുസമൂഹത്തിൽപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ളത്, അതിലിപ്പോൾ എൻ്റെ അയ്യപ്പ ഭക്തിക്ക് എത്ര സർട്ടിഫിക്കറ്റ് കിട്ടും, ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അതോറിറ്റി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഓഫീസിൽ നിന്നാണോ എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ആര് വിശ്വാസിയാണ് ആര് അവിശ്വാസിയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ്, ഭഗവാനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനാണ്. അല്ല, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇസ്ലാം മത വിശ്വാസിക്കും, വിശ്വഹിന്ദു പരിഷത്തുകാരൻ ഹിന്ദു വിശ്വാസിക്കും, കാസക്കാരൻ ക്രിസ്ത്യൻ വിശ്വാസിക്കും ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ഇരിക്കട്ടെ. അവിടെ ശബരിമല ഞാൻ ആദ്യം താങ്കളെ അങ്ങോട്ട് പഠിപ്പിക്കാം. ഹൈന്ദവ ദർശനത്തിലേക്ക് താങ്കൾ മടങ്ങണം. അതായത് അതിഥി ദേവാഭവോ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഹൈന്ദവ ദർശനത്തിൽ പറയുന്നത്. ഒരാളെ അതിഥിയായി കൊണ്ടിരുത്തിയാൽ താങ്കൾ 3/4 മണിക്കൂർ പ്രസംഗിച്ചു. ഞാൻ എത്ര മാന്യമായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ദർശനം. താങ്കളും അത് സ്വീകരിക്കണം. ഹൈന്ദവ ദർശനം തന്നെ അങ്ങനെയാണ്. അതിഥി മഹാഭവമാണ്, വളരെ മഹിതമായ ഒരു സംവിധാനമാണത്. അത് താങ്കളും ഉൾക്കൊള്ളണം. അതുകൊണ്ട് താങ്കളോട് ഞാൻ പറയട്ടെ, എഴുതി വായിക്കുന്നതല്ല, താങ്കളെപ്പോലുള്ള ആളുകൾ വന്നിരുന്നു കൊണ്ട് വ്യക്തിഹത്യ പരത്തുന്ന നിലയിലുള്ള സംബോധനകൾ വസ്തുതാവിരുദ്ധമായി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് തിരിച്ചു പറയേണ്ട ബാധ്യത ജനാധിപത്യപരമായി എനിക്കുണ്ട്. ആ ബാധ്യതയാണ് നിറവേറ്റുന്നത്. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കിയുള്ളവരൊക്കെ വളരെ മാന്യമായിട്ടാണ്. നമ്മൾ ഇതിലേക്ക് എന്തിനാണ് വാദപ്രതിവാദങ്ങളല്ലേ നടക്കേണ്ടത്, സുതാര്യമായ വാദപ്രതിവാദങ്ങൾ. അതിനപ്പുറം വിദ്വേഷത്തിലേക്കും ഹത്യയിലേക്കും നമ്മൾ നീങ്ങേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നു, കേരളീയ പൊതുസമൂഹത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആ 9-10 വർഷക്കാലമായി ശബരിമലയിൽ വലിയ വികസനം നടക്കുന്നുണ്ട്. ശബരിമലയിൽ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് 53 ലക്ഷത്തിലധികം ഭക്തർ വന്നിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ഒരു ഭക്തനെ സംബന്ധിച്ചും ഒരു പരാതിയുമില്ല. വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിലെ ചിലരെ സംബന്ധിച്ച് അവിടെ പരാതിയുണ്ട്, അവിടെ കുഴപ്പമാണ്, താങ്കൾ പറഞ്ഞ പോലെ അവിടെ തട്ടിപ്പ് കേന്ദ്രമാണ്, പച്ചക്കറിയിൽ തട്ടിപ്പ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു അയ്യപ്പ ഭക്തനും അത് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കപ്പെടാൻ അല്ല, അതിപ്പോ ഭീമാപ്പള്ളിയിൽ തട്ടിപ്പ് നടത്തുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റ് അടിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റ് ചെയ്തതാണ്. താങ്കൾ ചുമ്മാ നിസ്സാരവൽക്കരിക്കരുത്. അത് തന്നെ ദേവസ്വം ബോർഡിനും സർക്കാരിനും കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ആ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചോ? അത് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് പറയാമായിരുന്നു. അപ്പോൾ ശബരിമലയിൽ തട്ടിപ്പ് നടത്തുന്ന കള്ളനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് താങ്കൾ പറയാതെ പറയുകയാണ്. പിന്നെ താങ്കളോട് ഒന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം. 100 പേര് കൊള്ള നടത്തുമ്പോൾ ഒരാളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെ പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടി ഒരാളെ പിടിച്ച് അകത്താക്കുന്നു, അത്രയേ ഉള്ളൂ. ശബരിമലയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പരാതിക്കും അടിസ്ഥാനമില്ല. ശബരിമലയിൽ വിശ്വാസത്തോടു കൂടി അയ്യപ്പനെ ദർശിക്കാൻ വരുന്ന എല്ലാ ഭക്തന്മാരുടെയും എല്ലാ അവകാശങ്ങളെയും മാനിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പിന്നെ താങ്കൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത് പോലെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു. വഖഫ് ബോർഡിൽ ഇരിക്കുന്നതൊക്കെ ഇസ്ലാം മത വിശ്വാസികൾ. ഈ ഇസ്ലാം മത വിശ്വാസിയാണോ അല്ലയോ എന്ന് ആരാണ് അളവുകോൽ നിശ്ചയിക്കുന്നത്? ദേവസ്വം ബോർഡിൽ പോകുന്ന ഒരാളുടെ വിശ്വാസത്തെ ആരാണ് അളവുകൾ വെച്ച് അംഗീകരിക്കുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. താങ്കൾ വളരെ വൈകാരികമായിട്ട് പറയുന്നു ഞങ്ങളൊന്നും അയ്യപ്പനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന്. ഞാൻ ഒരു കാര്യം ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ അമ്മ ഇപ്പം 90 വയസ്സുണ്ട്. ഞാൻ പുനലൂരാണ് ജീവിച്ചത്. താങ്കൾ അന്നൊന്നും ഒരു പക്ഷേ ശബരിമലയിൽ പോയിട്ടില്ല. മണ്ഡലകാലം ആരംഭിച്ചാൽ അവസാനിക്കുന്നത് എൻ്റെ വീട്ടിൽ ഈ മാംസാഹാരങ്ങൾ വിളമ്പില്ലായിരുന്നു. കാരണം ഒരു ബഹുമാനമാണ്. അങ്ങനെയുള്ള കേരളത്തിലാണോ താങ്കളെപ്പോലുള്ളവർ വന്ന് ഹിന്ദു മുസ്ലിം പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അത് എത്ര കാലം വിജയിക്കും? പിന്നെ ഒരു കാര്യത്തിലൂടെ താങ്കൾക്ക് ഉത്തരം പറയേണ്ടിയുണ്ട്. താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് കാലുമാറുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന സ്ഥാനമാണെന്ന്. സുരേഷ് ഗോപിക്ക് എന്താണ് യോഗ്യത? സുരേഷ് ഗോപി അടിസ്ഥാനപരമായി ഏത് യുവമോർച്ചയിൽ കൂടിയാണ് വളർന്നു വന്നത്? ജോർജ് കുര്യൻ, ഞാൻ നിഷേധിക്കുന്നില്ല, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന അല്ല, അത് രാഷ്ട്രീയത്തിലെ സ്വാഭാവികതയാണ്. ബിജെപിക്ക് മാത്രം അതിൽ പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ല. സുരേഷ് ഗോപി, എനിക്ക് വയസ്സ് 57 ഉണ്ട്, എന്നോട് താങ്കളത് പറയണ്ട. സുരേഷ് ഗോപി കരുണാകരന്റെ വീട്ടിൽ സത്യയ്ക്ക് പോയിട്ടുള്ള കഥകൾ ഞാൻ കോൺഗ്രസിൽ ചേരാൻ പോവുകയും കോൺഗ്രസിൽ ടിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടും BJP അയാളാ സുരേഷ് ഗോപി. അല്ലാതെ അയാൾ സംഘപരിവാറിന്റെ നിങ്ങൾ KG മാരാർജിയെ കുറിച്ച് പറയൂ. ഇന്നും സംഘപരിവാർ സംഘടനകൾക്ക് ജോർജ് കുര്യൻ സംഘപരിവാറിൽ കൂടി വളർന്നു വന്ന ആളാണ്. മുക്താർ അബ്ബാസ് നഖ്വി, സിക്കന്ദർ ഫക്ത്, അങ്ങനെ ഞാൻ പരമ്പര പറഞ്ഞുതരാം. അതൊക്കെ രാഷ്ട്രീയത്തിലെ സ്വാഭാവികതകളാണ്. ചർച്ച വഴിതിരിച്ചു വിടാതെ പ്ലീസ്.